കൊച്ചിയിൽ നിന്ന് ഏകദേശം 450 നോട്ടിക്കൽ മൈൽ ഓടിയാണ്ട് നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 4 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓട്ടത്തിന് ശേഷം നമ്മൾ വലയിടുന്ന സ്ഥലത്തെത്തി. എന്നാല ഇന്നേ വരെയും എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത നമ്മുടെ ഫോൾസ് കില്ലർ വെയിൽസാണ് നമ്മുടെ ബോട്ടിൻ്റെ മുമ്പിൽ ഒരു ഫാമിലി ആയിട്ട് വന്നിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ നേരമുണ്ടായി അവർ മുന്നിൽ. വലയിടുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച്, സാധാരണ പൂട്ടി പോണ പോലെ 5-10 ദിവസം കഴിഞ്ഞ് വീട് കാണാൻ പറ്റില്ല എന്നുള്ളൂ. ഇനിയുള്ള 28 ദിവസം ഇവരുടെ കൂടെ ഇവരിൽ ഒരാളായിട്ട് എങ്ങനെയെങ്കിലും ബോട്ടിൽ പിടിച്ചു നിൽക്കണമെന്ന് മനസ്സിനെ പറഞ്ഞങ്ങോട്ട് ഉറപ്പിച്ച്. വലയിട്ടപ്പോൾ തന്നെ ഇഷ്ടം പോലെ ആമക്കുട്ടന്മാരെ കിട്ടി. പിന്നെ തെരണ്ടി, അതുപോലെ തന്നെ ചൂര, പിന്നെ തെരണ്ടി ഇടക്കിടക്ക് വന്നിട്ടുണ്ടായിരുന്നു. പന്നിക്കോലാൻ, കട്ടക്കൊമ്പൻ, ഓലക്കൊടിയൻ, ജെയിൻസ് കുഡ്, കേര, ചൂര, ഒട്ടുമീൻ, സ്രാഗ്, അങ്ങനെ ഇഷ്ടം പോലെ മീനുകളെ പിടിച്ച്. രാത്രി കടൽ ആസ്വദിക്കാനായിട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട രാത്രിയാണ്. സൈലൻ്റ് ആയിട്ട് കിടക്കിയിരിക്കുള്ളൂ ബോട്ട് ആങ്കറിൽ കിടക്കുമ്പോൾ. ചില ദിവസങ്ങളിൽ കടലിൽ തന്നെ വ്യത്യാസങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്ന ഓരോന്ന്. നല്ല കാറ്റും മഴയും, അതുപോലെ തന്നെ ആ മഴയത്തുള്ള കുളിയും. ചില ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ കടലാണെന്നുണ്ടെങ്കിൽ പുഴ പോലെയാണ് കിടക്കണം. ഒരു ഓളം പോലും ഉണ്ടാവൂല, കാറ്റുണ്ടാവൂല, സാധാ പുഴ പോലെ ഇങ്ങനെ അനങ്ങാണ്ട് കിടക്കും. അതുപോലെ ബോട്ടിൽ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായവരായിട്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഡാൻസ് കളിച്ചതും അതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ചിരും. എന്താ പറയുക, ഒരു വെറൈറ്റി തന്നെയായിരുന്നു അവരുടെ ഒപ്പമുള്ള ആ ഒരു നിമിഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെയധികം ഓർമ്മകളുള്ളത്. 32 ദിവസം കടലിൽ പോയപ്പോഴും അതുപോലെ തിരിച്ചു വന്നപ്പോഴുള്ള ഒരു കോലോണ്ടി കാണുന്നത്. ഇതുപോലെയുള്ള ഓരോ കഷ്ടപ്പാടുകളിലൂടെയാണ് പല വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫോളോ ചെയ്യുക.